സാറേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ. പക്ഷെ എന്തപ്പോൾ കാട്ടുകയെന്ന് ആൾക്കാർ ഇത് ഇങ്ങനത്തെ ഒരു സമയമല്ലേ, ആരുടെ കൈമിലും കായില്ല, പിന്നെ എങ്ങനെ ഇവരൊക്കെ അക്കൗണ്ട് തുടങ്ങുക? അല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഇതിപ്പോൾ ഞാൻ മാത്രം എൻ്റെ 2-3 ചങ്ങായിമാരുണ്ട് ബാങ്ക് മാനേജർമാരുണ്ട്, ഓരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണിത്. എന്താക്കും ഇപ്പോൾ ഇറക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത്? ആ അറിയാം സാർ, സോറി സാർ. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതെ അറിയാം. ഓക്കെ സാർ, ഞാൻ പരമാവധി ശ്രമിക്കാം. ഞാൻ വിളിക്കാം. ഞാൻ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് സാർ. ഓക്കെ. ഔ വേർത്ത് പോയി. GM-ന്റെ തെറി കേൾക്കുന്നത് വരെ. എന്താ നിങ്ങൾ പറയണത്? ഭയങ്കര പ്ലസറാന്ന് ഇവര്. അത് ശരി. അപ്പൊ നിങ്ങൾക്കൊണ്ട് ഈ വക പ്രശ്നങ്ങളല്ലേ? ഉണ്ടോന്നോ? അയ്യോ, ഇതിപ്പോ ഇത്ര ആൾക്കാരെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കണം എന്നൊക്കെ നിർബന്ധമാണ് ഇവിടെ. ടാർഗറ്റ് അച്ചീവ് ചെയ്യണോ, ഇല്ലെങ്കിൽ പെട്ട് ഈ കുപ്പായിട്ട് ഇവിടെ കുത്തിരിക്കണമെന്നുള്ളൂ. മൊത്തം ടെൻഷനാ. നമുക്ക് ഇറക്കാൻ പറ്റും ആൾക്കാരോട്. ഞാനൊരു മാനേജർ അല്ലേ, പറയണതിനൊക്കെ ഒരു കയ്യും കണക്കില്ലേ. അത് പോട്ടെ. എന്തായി നിങ്ങളെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ? എല്ലാം ഉണ്ട്, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എടുക്കി. പിന്നെ സാറേ, അതിനകത്ത് മറ്റേ പൊസഷൻ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും വെച്ചിട്ടില്ല. അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടും. അത് കുഴപ്പമില്ല, അത് 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം നമുക്ക് തൽക്കാലം ഇതൊക്കെ വെച്ചിട്ടേ നമുക്ക് അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങാം. ഒരു 3000 രൂപ അടച്ചിട്ടേ നിങ്ങൾ അക്കൗണ്ട് അവിടെ തുടങ്ങിക്കളി. അപ്പോൾ ചെക്ക് ബുക്കും പാസ്ബുക്കും ഒക്കെ കിട്ടുമല്ലോ. കിട്ടും. പിന്നെ ഫോട്ടോ വേണോ? ഫോട്ടോ ഉണ്ട്. പിന്നെ ഐഡന്റിറ്റി കാർഡും അത് 2 ഉണ്ടല്ലോ കയ്യിൽ. ആധാർ പോലെ അത് മതി. അത് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് അവിടെ തുടങ്ങിക്കളാം. ഒറ്റ മിനിറ്റ്, ഞാൻ വിളിച്ചു പറഞ്ഞേക്കട്ടെ. എന്താ പെരയിലൊക്കെ സുഖമല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോടും. ബിന്ദുവോ? എൻ്റെ ഒരു ചെങ്ങായി വന്നിരിക്കണം, സത്യശീൽ എന്നാ പേര്. അവർക്ക് ഒരു SB അക്കൗണ്ട് തുടങ്ങണം കേട്ടോ. അതിൻ്റെ വേണ്ട സജ്ജീകരണമൊക്കെ ചെയ്ത് കൊടുക്കേ. അപ്പം അങ്ങോട്ട് വരും. അത് ബിന്ദു എന്ന് പറഞ്ഞൊരു കുട്ടി ചെയ്തു തരും കേട്ടോ. അല്ല എനിക്ക് പോകാൻ പറ്റേ. നിങ്ങളിപ്പോൾ ഈ ഹൗസിംഗ് ലോണിനെ എത്ര നിങ്ങൾ പ്രതീക്ഷിക്കണത്? നമുക്കിപ്പോൾ മാക്സിമം എത്ര രൂപ കിട്ടും? അതിപ്പോൾ നിങ്ങളെ എലിജിബിലിറ്റി ഒക്കെ നോക്കേണ്ടി വരും. ഇപ്പോൾ അതെ, നോക്കണം. എത്ര നിങ്ങൾ പ്രതീക്ഷിക്കണത്? ഞാനിപ്പോൾ എനിക്കൊരു 25 ലക്ഷം ഉറുപ്പിയിൽ കിട്ടണം. 25 വേണോ അല്ലേ? അതെ, എന്നാലിപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു നിലയ്ക്കങ്ങോട്ട് നടക്കുള്ളൂ. അതാണ്. ഇൻഷാല്ലാ ഞാൻ നോക്കാം. നിങ്ങളൊരു പണി ചെയ്യേ, നിങ്ങളിപ്പോൾ ചെല്ലി പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആ പറഞ്ഞ സ്കെച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വരി. അപ്പോഴേക്ക് ഞാൻ അവിടെ ഒന്ന് ചാലാക്കാം. വരുമ്പോൾ ഒന്ന് വിളിക്കണം. അതെ, വിളിച്ചിട്ട് വരും. വിളിച്ചിട്ട് വന്നാൽ മതി. എന്നാൽ പിന്നെ അത് അങ്ങനെ ചെല്ലി. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. കോള് വന്നിട്ടേ ആകെ ഒരു ഇറിറ്റേഷനാ. നിങ്ങൾ ചെല്ലി. ശരി ശരി. എവിടുന്ന് ഉണ്ടാക്കാനാണ് ഇത്രയൊക്കെ അക്കൗണ്ട്? எப்படி இருக்க? சுகா இருக்கு. சௌகரியமா இருக்கா? சரி. ஐயோ, என்ன இது എല്ലാമേ ഇങ്ങ വെച്ചിരുക. സാറേ, ഹരിസാറിന്റെ ലൊക്കേഷൻ സ്കെച്ച് കൊടുക്കണമെന്ന് ഇന്ന് പറഞ്ഞിരുന്നു. അയാൾ സുമ്മാ അന്ത ഇടത്തിലിരുന്ന് വിളിച്ചാ പോരാ. രാഘവേട്ടാ, വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം പണിയും പോതേ നമ്മളെല്ലാം ഒന്ന് കാണേണ്ട മാതിരി കണ്ടാൽ എന്താ? എന്നെ കണ്ടിരുന്നു. എതുക്ക്? സാറിന് തരാനുള്ള എന്റെ കയ്യിൽ തന്നു. ഇതെല്ലാം മുതല ചൊല്ലാണ്. ഞാൻ മുതലേ ചൊല്ലാൻ നിൽക്കല്ലേ. சரி சரி சரி, இருக்கட்டும். இப்ப வேண்டாம், ஈவனுங்கள பார்க்கலாம். எல்லாம் சிகிச்சையெல்லாம் രാഘവട്ടാ, ഇത് ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ സ്കെച്ചൊക്കെ എപ്പോഴും റെഡി. അത് താനാ ബുദ്ധി. അത് ചെയ്യല്ലേ. നമസ്കാരം. നമസ്കാരം. എന്താണ്? ഞാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ആപ്ലിക്കേഷൻ എന്താ? ആപ്ലിക്കേഷൻ കൊടുത്താ? 4 ദിവസമായി. അപ്പം അതിൻ്റെ രസീത് എവിടെ? രസീറ്റ് എടുത്തിട്ടില്ല. ഇതാണ് എല്ലാവരും രാവട്ടാ. ബാക്കിയെല്ലാം ശരിയാക്കുന്നിട്ട് ഓടി ഇങ്ങോട്ട് വരും.
എന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തിരയും. റെസീറ്റ് ഉള്ള ഒന്നുമില്ല. റെസീറ്റ് ഇല്ല പിന്നെ വാ. റെസീറ്റ് ഉണ്ടാ? ആ ആ റെസീറ്റ് ഉണ്ടല്ലേ? ശരി. ഇത് കരമടച്ച റെസീറ്റ് എവിടെ? അല്ല, കരമടച്ച റെസീറ്റ് നമ്മൾ അതിൻ്റെ കൂടെ വയ്ക്കുമല്ലോ അപേക്ഷയുടെ. ആ വയ്ക്കണം വയ്ക്കണം. വയ്ക്കണം. ആ അതിൽ വെച്ചാ? അതിൽ വെച്ചു. അതിൽ വെച്ചു. ആ അപ്പോൾ ശരി. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി ഉണ്ടോ? വണ്ടി പോവും. അല്ല വണ്ടി പോകുന്നല്ല, നിങ്ങളുടെ സ്ഥലം വരെ ഞാൻ വരണ്ടേ? വരണോ? സ്ഥലം വന്ന് നോക്കണ്ടേ? ഓ നോക്കണം. അപ്പൊ അതുവരെ പോകാൻ എവിടെ വണ്ടി? വണ്ടി ഉണ്ടാ നിങ്ങളുടെ കയ്യിൽ? വണ്ടി ഉണ്ട്. എന്ത് വണ്ടി? പുറത്തിരിക്കണ് 2 വീലർ. വേണ്ട, നിങ്ങൾക്ക് വേറെ വണ്ടി എന്തെങ്കിലും ഒരു 4 വീലർ കൊണ്ടുപോവാ. അപ്പൊ പോകാം കേട്ടോ. അപ്പൊ പോവാം. ഞാനൊരു കാര്യം ചെയ്യാം സാറേ. എന്താണ്? എന്നാ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചാലോ? ഓട്ടോറിക്ഷയ്ക്ക് എത്രയാവും അവിടെ വരെ? അതുവരെ വരാൻ ഏകദേശം ഒരു 1200. അത് മതി അത് മതി അത് മതി. അല്ല അത് കുഴപ്പമില്ല, അത് ഞാൻ കൊടുക്കാം. അത് കൊടുക്കാം. നിങ്ങൾ കൊടുക്കാണ്? ഓ ആ എന്നാൽ പിന്നെ കുറച്ചു നേരം നിങ്ങൾ പുറത്തിരിക്കും. അവിടെ ഇരുന്നോ, ഞാൻ വിളിക്കാം. തിരക്കുണ്ട്, കുറച്ച് തിരക്ക് കണ്ടിട്ട് ഞാൻ വിളിക്കാം. മനസ്സിലായിട്ടില്ല അവർ പറഞ്ഞത്. അവിടെ ഇരുന്നോ കേട്ടോ. റെസിപ്റ്റ് ഇവിടെ ഇരുന്നോട്ടെ. അല്ല അത് വേണ്ട, അത് വേണ്ട. റെസിറ്റ് തരിക നല്ലത്. ഇത് ഞാൻ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ എന്താ പതിവ് പോലെ കാണാൻ പോയതാണ്. ഞാൻ പുറത്ത് നിൽക്കാം സാറേ. വിളിച്ചാൽ ശരി ശരി. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ. വിളവനാണ്. അറിയോ? അവിടെ ഇരിക്കട്ടു. അതവിടെ ഇരിക്കട്ടെ. ഓട്ടോറിക്ഷ, സ്കൂട്ടർ, അത് വേണ്ട. എന്താ അവിടെ? എന്താ അവിടെ? ഞാനിവിടെ തന്നെയാണ്. അതെന്താ വയസ്സുകാലത്ത് ജോലി കിട്ടിയ അവിടെ? ജോലിയൊന്നും കിട്ടിയതല്ലെന്ന്. നമ്മുടെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, എൻ്റെ ഒരു 10 സെന്റ് സ്ഥലം കിടപ്പുണ്ടല്ലോ. ആ മറ്റേ പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ളത്. അത് തന്നെ. എന്താണ്? അതിന് കരടക്കാൻ വേണ്ടി വന്നപ്പോ അത് പുറമ്പോക്കാണെന്ന്. അയ്യാ, അതെങ്ങനെ പുറമ്പോക്കാവും? അത് അവര് പറഞ്ഞു. നിങ്ങൾ 10-26 കൊല്ലമായിട്ട് കരടച്ചോണ്ടിരിക്കണതല്ലേ? അത് ഈ പിശാചിനോട് പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞിട്ടും തിരിയണില്ലാന്ന്. ആര് കുടുമിയാണ്? ആ മൂട്ടിൽ ഇത് വെച്ച സാധനം. അയാളോട് പറഞ്ഞൊരു കാര്യമില്ല. അയാളോട് പറയണതേ വെറുതെയാണ്. അയാളെ ഒരു മനുഷ്യന് ഒരു ഉപകാരവും ചെയ്യില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ജന്തുവാണ് അയാള്. പിന്നെ ആരെടുത്താ കൊടുക്കണത്? അല്ലെങ്കിൽ പിന്നെ ആ കൗൺസിലറെ കണ്ടിട്ടേ. അത് ഇതിനെക്കാട്ടിയും കഞ്ഞിയാണ്. അതും ശരിയാണ്. എന്നാ പിന്നെ ഇവിടെ തന്നെ ആരുടെ കൊടുക്കുക, അതാ നല്ലത്.